Hi all. We can discuss about linear and non-linear systems. Linearity checking ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സിസ്റ്റം ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് x1t കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് y1t കിട്ടുന്നു എന്ന് സങ്കല്പിക്കാം. So when we are giving x2t we will be getting y2t. Then മൂന്നാമത്തെ ഒരു ഇൻപുട്ട് a1 into x1t plus a2 into x2t കൊടുത്തു കഴിഞ്ഞാൽ yt എന്ത് കിട്ടണം? a1 y1t plus a2 y2t. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ലീനിയർ സിസ്റ്റം, അല്ലെങ്കിൽ അത് നോൺ ലീനിയർ സിസ്റ്റം. ഒരു ലീനിയാരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഒരു നെക്സ്റ്റ് ഇൻപുട്ട് x3 ഈക്വൽ ടു a1 x1 പ്ലസ് a2 x2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് a1 y1 പ്ലസ് a2 y2 കിട്ടുകയാണെങ്കിൽ അത് ലീനിയർ ആണ്. ഒരു പ്രോബ്ലം നോക്കാം. y ഓഫ് ടി ഈക്വൽ ടു ടി ഇൻറ്റു എക്സ് ഓഫ് ടി. അതിപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് x1t കൊടുക്കുമ്പോൾ ടി ഇൻറ്റു x1 ആയിരിക്കും y1t. അതേപോലെ x2t കൊടുക്കുമ്പോൾ ടി ഇൻറ്റു x2t ആയിരിക്കും y2t. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഒരു മൂന്നാമത്തെ ഇൻപുട്ട് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് a1 x1t പ്ലസ് a2 x2t. ദെൻ y ഓഫ് ടി ഈക്വൽ ടു ടി ഇൻറ്റു x3t കൊടുക്കാം. a1 x1t പ്ലസ് a2 x2t. ഈ കേസിൽ നമ്മൾ ടി ഇൻറ്റു a1 x1t ആവും. എന്നിട്ട് a1 ആദ്യം എഴുതി കഴിഞ്ഞാൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ a1 ഇൻറ്റു ടി x1t പ്ലസ് a2 ഇൻറ്റു ടി x2t എന്ന് കിട്ടും. അപ്പോൾ ടി x1t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ടി x1t എന്ന് പറയുമ്പോൾ അത് y1t ആണ്. സോ ദാറ്റ് ഈസ് a1 y1t. അതുപോലെ ടി x2t എന്ന് പറയുന്നത് y2t ആണ്. ദർഫോർ ഇറ്റ് ഈസ് a2 y2t. So y3t equal to a1 y1t plus a2 y2t. Therefore, the given system is linear. Next example, y1t equal to x1t square. അപ്പോൾ y2t എന്താണ്? x2t square. അപ്പോൾ x3t അസ്യൂം ചെയ്യുക. a1 x1t plus a2 x2t. എന്നിട്ട് അത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ y3t എന്തായിരിക്കും? a1 x1t square plus a2 x2t square. That is equal to a1 xy1t plus a2 y2t. അപ്പോൾ ഈ സിസ്റ്റവും ലീനിയർ ആണ്. ലീനിയർ അല്ലാത്തൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് സ്ക്വയർ ടി. x1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ y1 എന്ന് പറയുന്നത് x1 സ്ക്വയർ ടി ആയിരിക്കും. x2 ഇൻപുട്ട് കൊടുക്കുമ്പോൾ y2 വിൽ ബി x2 സ്ക്വയർ ടി. ഇനി മൂന്നാമത്തെ ഇൻപുട്ട് x3 ഈക്വൽ ടു a1 x1t പ്ലസ് a2 x2t. അപ്പോൾ y3t എന്തായിരിക്കും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x സ്ക്വയർ അല്ലേ? അപ്പോൾ x3 ഇവിടെ കൊടുക്കുക. x3 ദ ഹോൾ സ്ക്വയർ ആണ് y3t. അപ്പോൾ a1 x1t പ്ലസ് a2 x2t ദ ഹോൾ സ്ക്വയർ. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള പോലെ a1 സ്ക്വയർ x1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ x2 സ്ക്വയർ പ്ലസ് 2a1 a2 x1t x2t. അപ്പോൾ ഒരു ടേം കിട്ടി. ആക്ച്വലി നമുക്ക് y1ഉം y2ഉം നമുക്കറിയാം അല്ലേ? a1 ഇൻറ്റു y1t പ്ലസ് a2 ഇൻറ്റു y2t എന്നുള്ളത് ഈ y3t ആയിട്ട് ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് ദ ഗിവൺ സിസ്റ്റം ഇസ് നോൺ ലീനിയർ. ഓക്കെ. ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലീനിയറിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.